എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ ക്ലാസ്സിലേക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മധ്യസ്ഥായി വരിശകൾ 5 എണ്ണം, അത് നമ്മുടെ രണ്ടാം കാലത്തിൽ താളവടിച്ച് എങ്ങനെയാണ് പാടുക എന്നാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ആദ്യം പാടാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ സപ്തസ്വരങ്ങൾ ആദ്യം ഒന്ന് പാടി അതിൻ്റെ അകാര ഇകാര മകാരങ്ങൾ പാടി വേണം ക്ലാസ് എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങാൻ. അത് നമുക്ക് എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് നോക്കിയിട്ട് നമുക്ക് മധ്യസ്ഥായിലേക്ക് വരാം. सा नि ध प म ग रे सा स रे ग म प ध नि सा सा नि ध प सा नि ध प म ग रे सा स रे ग म प ध नि सा सा नि ध प म ग रे सा पद नि स स नि ध प म ग रे स स रे ग म पद नि स स नि ध प म ग रे स ഇത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും സപ്തസ്വരങ്ങൾ ഒരു 4 സ്പീഡുകൾ 4-ാം കാലം വരെ താളമടിച്ച് സ്വരം പാടി, 1-ാം കാലം സ്വരം പാടി ഒരു 4 പ്രാവശ്യം അകാരം, 4 പ്രാവശ്യം ഇകാരം, 4 പ്രാവശ്യം മകാരം, ഒരു 2-ാം കാലം, 3-ാം കാലം, 4 കാലങ്ങളും താളമടിച്ച് ആദ്യം സ്വരം പാടുക, 1-ാം കാലം സ്വരം പാടുക, അകാര ഇകാര മകാരങ്ങൾ പാടുക, 2-ാം കാലം സ്വരം പാടുക, അകാര ഇകാര മകാരങ്ങൾ പാടുക. അങ്ങനെ 4 കാലങ്ങളും നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാക്ടീസിൻ്റെ തുടക്കത്തിൽ നിർബന്ധമായും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ ഏറ്റവും ബേസിക്, നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് രാഗമാണ് മായാമാളവ ഗൗളരാഗം. അതിലാണ് നമ്മൾ കർണാടക സംഗീതം തുടങ്ങുന്നത്, അതുപോലെ ആദ്യ താളത്തിലും. അതെല്ലാ ദിവസവും, അതാണ് നമ്മുടെ ബേസിക് രാഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായി അതിലേ തുടങ്ങാൻ പാടുള്ളൂ പ്രാക്ടീസ്. അതിൽ തുടങ്ങിയിട്ട് വേണം നമ്മുടെ അടുത്ത ലെസൺ ഏതാണ്? ശരളി വരിശകൾ. അത് കഴിഞ്ഞ് ഏതാ? മധ്യസ്ഥായി വരിശകൾ. അങ്ങനെ ഓരോ ലെസണിലേക്ക് പോകാൻ പാടുള്ളൂ. അത് ആരും മറക്കരുത്. അതുപോലെ തന്നെ അകാര ഇകാരം മകാരം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്.
നമുക്ക് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അകാരം ഇകാരം മകാരം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നത്. അകാരം ഇകാരം ഉകാരം യകാരം ഒകാരം മകാരം. ആ ഈ ഊ ഏ ഓ ഇങ്ങനെയുള്ളതെല്ലാം എല്ലാ അകാരങ്ങളും പാടി വേണം നിങ്ങൾ പുതിയ ലെസണിലേക്ക് പോകാൻ. തുടങ്ങുന്നത് എപ്പോഴും സപ്തസ്വരങ്ങളിൽ 4 കാലം പാടി അകാര ഇകാരം അകാരങ്ങൾ പാടിയായിരിക്കണം തുടങ്ങുന്നത്. അതിനുശേഷം നമ്മുടെ അടുത്ത നെക്സ്റ്റ് ലെസനാണ് അതിലേക്ക് പോവുക. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മധ്യസ്ഥായി വരിസകളായിരുന്നു 5 എണ്ണം. അത് നമ്മൾ 2ാം കാലത്തിൽ താളപിടിച്ച് പാടുക എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാടാൻ പോകുന്നത് മധ്യസ്ഥായി വരിസകൾ 3ഉം 4ഉം കാലങ്ങൾ. 2ാം കാലം 1ാം കാലം നമ്മൾ പാടിയിട്ടില്ല, നമ്മൾ ആദ്യം പറഞ്ഞു. 2ാം കാലം തൊട്ടാണ് നമ്മൾ പാടുന്നത്. 3ഉം 4ഉം കാലങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പാടുന്നത്. അതിപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒന്നാമത്തെ എങ്ങനെയായിരുന്നു? സ രി ഗ മ പ ഗ മ എന്നാണ് നമ്മൾ 2ാം കാലം പാടിയത് അല്ലേ. ഇനി അതിൻ്റെ 3ാം കാലം സ രി ഗ മ പ ഗ മ 4 സ്വരം. സരി ഗ മ ഒരടിക്ക്, പാ ഗ മ ഒരു ദീർഘം കൂടെ വരുമ്പോൾ 4 സ്വരം. അങ്ങനെ 4 സ്വരങ്ങളായിട്ട് പിരിച്ചിട്ടാണ് നമ്മൾ 3ാം കാലം വരിക. സരി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ സരി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. അതിന് 4ാം കാലം സരി ഗ മ പ ഗ മ സരി ഗ മ പ ഗ മ സരി ഗ മ പ ഗ മ 8 ഒരു 8 സ്വരം ഒരടിക്ക്. 4ാം കാലം ഒരടിക്ക് 8 സ്വരം. അതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. ഒരടിക്ക് 8 സ്വരം. സരി ഗ മ പ ഗ മ പ പ 1 2 3 4 1 2 3 4. അപ്പം പായും 3 ദീർഘം പായും 3 ദീർഘം, അപ്പോൾ 8 സ്വരം. അപ്പം സരി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ സരി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ സരി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ സരി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. പിന്നെ അതിൻ്റെ ആ ആ ആ അത് അകാര ഇകാരം അകാരങ്ങൾ 2ഉം 3ഉം 4 കാലങ്ങൾ പാടിക്കൊടുക്കുക. പിന്നെ അതിൻ്റെ 2ാമത്തെ വരിസകൾ മധ്യസ്ഥായ വരിസകൾ 2 3 4 കാലങ്ങൾ. 2ാം കാലം പാടിയത് സാ നീ ധ നീ ധ പ അതായിരുന്നു 2ാം കാലം. നമ്മളത് 3ാം കാലത്തിൽ പാടുമ്പോൾ സാ നീ ധ നീ ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ സാ നി ധ നീ ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. 3ാം കാലം. 4ാം കാലം സാ നി ധ നീ ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ സാ നി ധ നീ ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. 8 സ്വരം. സാ നി ധ നീ ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ സാ നി ധ നീ ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. അത്
ആ ഈ അതും അകാരം അകാരങ്ങൾ 2, 3, 4 കാലങ്ങൾ പാടിക്കൊടുക. അടുത്തത് മൂന്നാമത്തത് രണ്ടാം കാലം പാടിയത് സ സ നീ ധ നീ നീ ധ പ എന്നാണ് പാടിയത്. അതിൻ്റെ മൂന്നാം കാലം വരുമ്പോൾ സ സ നീ ധ നീ നീ ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ സ സ നീ ധ നീ നീ ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. നാലാം കാലം വരുമ്പോൾ സ സ നി ധ നി നി ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ സ സ നി ധ നി നി ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. ഒന്നുകൂടി സ സ നി ധ നി നി ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ സ സ നി ധ നി നി ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. 3. അടുത്തത് നാലാമത്തത് സരിഗരിക. അങ്ങനെ നമ്മൾ രണ്ടാം കാലത്തിൽ പാടിയത് സരി ഗരി ഗ ഗ മ. അങ്ങനെയാണ് നമ്മൾ രണ്ടാം കാലം പാടിയത്. മൂന്നാം കാലം പാടുമ്പോൾ സരി ഗരി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നീ ധ പ മ പ ധ പ മ ഗ രി സ സരി ഗരി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നീ ധ പ മ പ ധ പ മ ഗ രി സ. മൂന്നാം കാലം. നാലാം കാലം പാടുമ്പോഴോ സരി ഗരി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നീ ധ പ മ പ ധ പ മ ഗ രി സ സരി ഗരി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നീ ധ പ മ പ ധ പ മ ഗ രി സ സരി ഗരി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നീ ധ പ മ പ ധ പ മ ഗ രി സ സരി ഗരി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നീ ധ പ മ പ ധ പ മ ഗ രി സ. അകാരം പാടുമ്പോഴോ ആ ആ ആ ആ ഈ ഈ ഈ ഈ അങ്ങനെ അകാരം ഇകാരം ഉകാരം മകാരങ്ങളെല്ലാം അത് പാടുക. അടുത്തത് നമ്മൾ അടുത്ത വരിശോടെ പാടുമ്പോഴോ സരിഗരിക. അപ്പം സരിഗമപ സാനിത സസനിത സരിഗരിക. അടുത്ത അഞ്ചാമത് വരുമ്പോൾ സരിഗമ പാപ്പ ധതപ്പ മമപ്പ. അതെങ്ങനെ നമ്മൾ രണ്ടാം കാലത്തിൽ പാടിയത് സരിഗമ പാപ്പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ. ക്ഷമിക്കണം, ഇത് മൂന്നാം കാലം ആയിപ്പോയി. രണ്ടാം കാലം അങ്ങനെയല്ല. രണ്ടാം കാലം നമ്മൾ അങ്ങനെ പാടിയത് സ രി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ. മൂന്നാം കാലമോ സരി ഗ മ പ പ സരി ഗ മ 4 പാവൺ പാവൺ 4 4 4 മൂന്നാം കാലം.
സരി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ സരി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ. അത് നാലാം കാലം പാടുമ്പോഴോ സരി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ സരി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ. ഒന്നുകൂടി സരി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ സരി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ. എൻ്റെ ആകാരം എങ്ങനെയാ? ആ ആ ഈ ഓ ഓ ഏ ഏ ഏ ഓ ഓ ഓ ഓ ഇങ്ങനെയാണ് നമ്മൾ സപ്തസ്വരങ്ങളിലെ മധ്യസ്ഥായി വരി. സപ്തസ്വരങ്ങൾ കഴിഞ്ഞാൽ സരളി വരിശകൾ, അത് കഴിഞ്ഞാൽ മധ്യസ്ഥായിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ 4 കാലങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞത് എല്ലാ കാലത്തും എപ്പോഴും ഓർമ്മ വേണം. ഒന്നാം കാലം ഒരടിക്ക് ഒരു സ്വരം, രണ്ടാം കാലം ഒരടിക്ക് 2 സ്വരം, 1 2. ഒന്നാം കാലമാണെങ്കിൽ ഇപ്പം നമ്മൾ മധ്യസ്ഥായ വരിശകൾ നമ്മുടെ രണ്ടാം കാലം തൊട്ടാണ് പാടിയിരിക്കുന്നത്. അത് നമ്മൾ ഒന്നാം കാലം എങ്ങനെയാണ് പാടുകയാണെങ്കിൽ എങ്ങനെയാണ് പാടുക? സരി ഗ മ പ ഗ മ പ പ ഇങ്ങനെയാണ് പാടേണ്ടത്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം അതിനുവേണ്ടി നമ്മളങ്ങനെ അതിനുണ്ട് നമ്മുടെ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഓരോ അടിക്ക് ഓരോ സ്വരം വെച്ച് ഒന്നാം കാലം പാടുക. പിന്നെ ഗ മ പ ഗ മ രണ്ടാം കാലം, സരി ഗ മ പ ഗ മ പ പ മൂന്നാം കാലം, സരി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. അങ്ങനെ പാടിപ്പോവാം. അപ്പം പ്രാക്ടീസ് ചെയ്യാൻ സമയമുള്ളവർ, കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്യാൻ സമയവും സന്ദർഭവും ഉള്ളവർ ഒന്നാം കാലം തൊട്ട് തന്നെ പാടിക്കോളൂ. അതാണ് ഏറ്റവും ബെസ്റ്റ് മാർഗം. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ടൈം സേവിങ്ങിന് വേണ്ടി നമ്മൾ രണ്ടാം കാലം തൊട്ട് പാടാമെന്ന് പറയുന്നതേ ഉള്ളൂ. ശരിക്കും അതിൻ്റെ കൃത്യമായുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നാം കാലം തൊട്ട് തന്നെ നിങ്ങൾ പാടുക എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ സമയം നിങ്ങൾക്ക് വേണ്ടി വരും. എല്ലാത്തിൻ്റെ ഒന്നാം കാലം പാടി, പിന്നെ അതിൻ്റെ അകാരേകാരം അകാരങ്ങൾ പാടി, രണ്ടാം കാലം പാടി, അകാരേകാരം അകാരങ്ങൾ പാടി, മൂന്നാം കാലം നാലാം കാലം എല്ലാം ഇങ്ങനെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് പാടി വരുമ്പം നിങ്ങൾക്കൊരു നല്ലൊരു സമയം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതാണ് ശരിക്കുള്ള അതിൻ്റെ പെർഫെക്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മിനിമം ഒരു അരമണിക്കൂർ പാടുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു രണ്ടാം കാലം തൊട്ട് നിങ്ങൾ പോകണമെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ഒന്നാം കാലവും പാടി നോക്കണം. ഒരിക്കലും അത് വിടരുത്. കാരണം ഒന്നാം കാലം ഇല്ലാതെ രണ്ടാം കാലമില്ല, രണ്ടാം കാലം ഇല്ലാതെ മൂന്നാം കാലമില്ല, മൂന്നില്ലെങ്കിൽ നാലുമില്ല. അപ്പം ഓരോന്നും നമ്മൾ ഉറപ്പിച്ചുറപ്പിച്ചാണ് പോകേണ്ടത്. ഒന്നാം കാലം പാടുന്ന സമയത്ത് സരി ഗ മ പ ഇത് ഓക്കെ ആണെങ്കിൽ സരി ഗ മ പ ഗ മ. രണ്ടാം കാലം ഉറച്ചാൽ സരി ഗ മ പ ഗ മ പ
പാ. ഈ മൂന്നാം കാലം ഉറച്ചാലാണ് സരി ഗമ പ ഗമ പ പാം ഗമ പദ നി ദ പ മ ഗമ പ ഗമ ഗരി സ സനി ധ നി ദ പ ദ പ മ പ പ ഗമ പദ നി ദ പ മ ഗമ പ ഗമ ഗരി സ സ നി ധ നി നി ദ പ ദ പ മ പ പ ഗമ പദ നി ദ പ മ ഗമ പ ഗമ ഗരി സ സരി ഗരി ഗ ഗമ പ മ പ ദ പ ദ മ പ ദ പ ദ നി ദ പ മ പ ദ പ മ ഗരി സ സരി ഗമ പ പ ദ ദ പ മ മ പ ദ നി സ നി ദ പ സ നി ദ പ മ ഗരി സ. ഇങ്ങനെ നാലാം കാലത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്നാം കാലം തൊട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതെല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പിന്നെ 3-4 കാലങ്ങൾ അകാരകാരം അകാരങ്ങൾ പാടിയാൽ മതിയാവും. ആ ആ ആ സനി ധനി നി ധ പ നമ്മൾ പാടുന്ന സമയത്ത് ത്രോട്ട് നല്ല ഫ്രീ ആയിട്ട് പാടുക. ത്രോട്ടിൽ ത്രോട്ട് ഫ്രീ ആയിട്ട് ലൂസ് ആക്കിയിട്ട് ത്രോട്ട് ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് പാടുക. ഇങ്ങനെ ഇങ്ങനെ ബലം പിടിച്ച് പാടരുത്. ത്രോട്ട് ഫ്ലെക്സിബിൾ ആവില്ല, വർക്ക് ചെയ്യില്ല. ത്രോട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ പോരുത്. ഫ്രീ ആയിക്കോട്ടെ. ത്രോട്ട് വളരെ ഫ്രീ ആയിട്ട് പോയി വരണം. അപ്പം ത്രോട്ട് ഫ്രീ ആയിട്ട് ത്രോട്ട് നല്ലപോലെ ഇളകുന്ന രീതിയിൽ ലൂസാക്കി ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ കുറേ കാലം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ത്രോട്ടൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആവും. അപ്പം നമ്മളിപ്പം മധ്യസ്ഥായ വരിച്ച വരെയാണ് നമ്മളിപ്പം ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഇത്രയും ഒരു 10 നമ്മൾ 18ാമത്തെ ക്ലാസ്സാണ്. ഇതിലൂടെ നമ്മൾ ഇത്രയും വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. അപ്പം നമ്മളതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ടൈം വേണ്ടി വരുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഓടിച്ചെടുത്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങളെല്ലാം ബേസിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിലോടും കൂടിയാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ കൃത്യമായി നോട്ട് എഴുതി അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസിന് ശ്രമം നടത്തുക. അപ്പോൾ നിങ്ങൾക്കത് ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും കൃത്യതയോടുകൂടി പ്രാക്ടീസ് ചെയ്ത് പോവുക. നിങ്ങളുടെ ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത്, രാവിലെ നേരത്തെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മ്യൂസിക്കിന് വേണ്ടി താല്പര്യമുള്ളവർ ചിലവഴിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ടാവും. നമ്മൾ ആ രീതിയിലാണ് ക്ലാസ് എടുത്ത് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. ബാക്കി നമുക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത് ജണ്ട വരിശകളാണ്, ഇരട്ട വരിശകൾ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്.